ഇതിപ്പോ ഞാൻ പറഞ്ഞ ഇന്ത്യയിലെ വലിയ പല സംസ്ഥാനങ്ങളിലായിരുന്നു ഷാജൻസ്കറായി ജീവിച്ചിരുന്ന പണ്ട് തട്ടിക്കളഞ്ഞനെ. കേരളത്തിലായതുകൊണ്ടാണ് എടോ വിജയ എന്ന് എനിക്ക് ഉറക്കം വിളിക്കാൻ പറ്റുന്നത്. ഈ ഒരു മതവും ഒരു ദൈവവും ഒരു പുസ്തകത്തിന്റെ പേരിലോ ഒരു സിനിമയുടെ പേരിലോ ഇല്ലാതാവത്തില്ല. അങ്ങനെ ഇല്ലാതാവുന്ന ദൈവമാണെങ്കിൽ അത് ഇല്ലാതാവട്ടെ. ഈ കേരള സ്റ്റോറി 15 വർഷമായിട്ട് വളരെ സൈലന്റ് ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ് മറുനാടൻ ചാനൽ. അതെന്റെ വിശ്വാസമാണ്. നിങ്ങൾ പറയുന്നു ഞാൻ 15 കൊല്ലം മതവിദ്വേഷം പരത്തുന്നു, നിങ്ങൾ പറയുന്നു 100 കണക്കിനുണ്ടെന്ന് പറയുന്നു. ഞാൻ മതവിദ്വേഷം പറഞ്ഞ, നിയമവിരുദ്ധമായി പറഞ്ഞ, നുണ പറഞ്ഞ ഒരു ഉദാഹരണം പറയൂ. സ്നേഹിത, നുണ പറയരുത്. ഞാൻ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല മുസ്ലിം എന്നൊരു വാക്ക്. UK-യിൽ അഭയാർത്ഥികളായി അനധികൃതമായി കടൽ കയറി വരുന്നവർ മുസ്ലിമാണെന്ന് നിങ്ങളുടെ മുൻവിധിയാ. UK എന്ന രാജ്യം അടിയന്തരമായി ഈ അനധികൃത കുടിയേറ്റക്കാരെ നിർത്തിയില്ലെങ്കിൽ ആ രാജ്യം ഇല്ലാതാവും. ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു അനുഭവം ഇതാണ്. ജനറലി ഇങ്ങനെ ഒരുപാട് ഒരു കഥ പറയും, ഒരെണ്ണം ചോദിക്കാൻ പറയുമ്പോൾ ഇല്ല. ഏതെങ്കിലും മുൻവിധികൾ തങ്ങളുടെ നിഷ്പക്ഷ നിലപാടിനെ ബാധിച്ചിട്ടുണ്ടോ? അങ്ങനെ തോന്നാൻ കാരണം എന്താന്ന് ഉദാഹരണം പറയാം. അച്ഛൻ എന്തോ ഒരു തോന്നൽ അനുഭവം ഉള്ളത് കൊണ്ടാണ്. അതുകൂടെ പറ. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു വാർത്ത താങ്കൾ തെറ്റായി കൊടുത്തതായിട്ട് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? കാരണം മനുഷ്യനാണ്, ബലഹീനതകളുണ്ട്. നമസ്കാരം. ഇന്തോ അമേരിക്കൻ പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഹൂസ്റ്റണിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻസ്കറിയ അമേരിക്കൻ മലയാളികളുമായി സംവദിക്കുന്നു. IAPC പ്രഖ്യാപിച്ച 2023 എക്സലൻസ് ഇൻ മീഡിയ അവാർഡ് അദ്ദേഹം ചടങ്ങിൽ വെച്ച് ഏറ്റുവാങ്ങി. മുഖ്യ അതിഥിയായി പങ്കെടുത്ത ശേഷം അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന് ശേഷവുമാണ് സദസ്സുമായുള്ള ചോദ്യോത്തരവേള ഉണ്ടായത്. ചോദ്യോത്തരവേളയിൽ കേരള സ്റ്റോറി അടക്കമുള്ള വിഷയങ്ങളിന്മേൽ ചൂടുപിടിച്ച ചർച്ച നടന്നു. അരമണിക്കൂറോളം ചോദ്യോത്തരവേള നീണ്ടുനിന്നു. ഷാജൻസ്കറിയയുടെ വ്യക്തിപരവും ഒപ്പം സാമൂഹികവും രാഷ്ട്രീയവുമായ നിലപാടുകളും ചർച്ചയായ ആവേശകരമായ പബ്ലിക് ഇന്ററാക്ഷൻ കാണാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആദ്യം നിങ്ങൾ ചോദിക്കാത്ത ഒരു ചോദ്യം, നമ്മുടെ ജെനിസ്മോൻ ഈ സ്വാഗത പ്രസംഗത്തിൽ നിന്ന് BJPയുടെ കാര്യം പറഞ്ഞായിരുന്നു. പലർക്കും സംശയമുണ്ട് ഞാൻ BJPക്കാരനാണോ എന്ന്. അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് 2 കാര്യങ്ങൾ പറയാം. നമ്മുടെ നാട്ടിലൊരു പ്രത്യേകത, നമ്മുടെ നാട്ടിൽ LDFും UDFുമാണ് 40, 40, 80% പേരും. 20% ഉള്ളൂ ബാക്കി എല്ലാ പാർട്ടിക്കാരും. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ പൊതുബോധം എന്ന് പറയുന്നത് BJPക്ക് എതിരാണ്. അപ്പം നിങ്ങൾ BJPയെ എതിർക്കാതിരുന്നാൽ നിങ്ങൾ സംഖ്യയാവും. നിങ്ങൾ BJP അനുകൂലിക്കണ്ട, BJP എതിർക്കാതിരുന്നാൽ നിങ്ങൾ സംഖ്യയാവും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ഒരു കൂറുമില്ല, ഒരു പ്രത്യേക വാത്സല്യവുമില്ല. എന്നാൽ മോദി എന്ന് പറയുന്ന ഭരണാധികാരി നന്നായി രാജ്യം ഭരിക്കുന്നു എന്നാണ് എൻ്റെ വ്യക്തിപരമായ തോന്നൽ. അത് രാഷ്ട്രീയപരമായി എതിർപ്പുള്ളവരുണ്ടാവും, പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ ഇസ്ലാം. ഞാൻ വീണ്ടും റിലീജിയസ് ഇസ്ലാം അല്ല, പൊളിറ്റിക്കൽ ഇസ്ലാം. ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എത്ര ശക്തമായി കേരളത്തിൽ ജീവിക്കുന്നവർക്കറിയാം. പോപ്പുലർ ഫ്രണ്ട് എന്ന പേരുള്ള ഒരു പ്രസ്ഥാനം 10 വർഷം കൊണ്ട് കേരളത്തിലെ പൊതുജീവിതത്തിലേക്ക് ഇങ്ങനെ കടന്നു കയറി ചിലയിടങ്ങളിലൂടെ മറ്റു പലർക്കും യാത്ര ചെയ്യാൻ പോലും കഴിയാത്ത വിധത്തിലേക്ക് വലിയ തോതിൽ അത് വളർന്നിരുന്നു. അതൊക്കെ ഞൊടിയിടയിൽ ഒരു പ്രത്യേക വിമാനം അയച്ച് കോഴിക്കോടുള്ള വിമാനം ലാൻഡ് ചെയ്ത് വലിയ യന്ത്രത്തോക്കുകളുമായി പല പല കോണുകളും ചെന്ന് പൊക്കിയെടുത്തുകൊണ്ട് പോയിട്ട് അവരെ എവിടെയെന്നുള്ള അറിയാം ആർക്കെങ്കിലും. ഇത്തരത്തിലുള്ള നിലപാടുകൾ. പിന്നെ കോർപ്പറേറ്റ് തലത്തിൽ അഴിമതി ഉണ്ടാവാം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ മനുഷ്യനെയും ബാധിക്കുന്ന തരത്തിലുള്ള അഴിമതികൾ കുറവാണ്. ഭരണകാര്യങ്ങൾ നന്നായി ചെയ്യുന്നുണ്ട്. ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ, എൻ്റെ അഭിപ്രായം നിങ്ങളുടെ ആവണമെന്നില്ല. അതുകൊണ്ട് എനിക്ക് മോദിയോട് മറ്റ് കേരളത്തിലെ പൊതുവായുള്ള വിരോധം എനിക്കില്ല. വളരെ സിമ്പിൾ. അല്ലാതെ എനിക്ക് BJPയോട് മാത്രമല്ല, BJPയോട് എല്ലാവർക്കും ഉള്ള വെറുപ്പ് എനിക്കില്ല. BJP മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പോലെ തന്നെ രാഷ്ട്രീയ പാർട്ടിയാണ്. BJP എന്ന നിലയിൽ അതിനെതിരെ ചീത്ത വിളിക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഇതുവരെ ഉള്ളത് പറയാം, ഞാൻ ഇതുവരെ BJPക്ക് വോട്ട് ചെയ്തിട്ടില്ലാത്ത ഒരാളാണ്. ഇന്നേ വരെ ഞാൻ BJPക്ക് വോട്ട് ചെയ്തിട്ടില്ലാത്ത ഒരാളാണ്. പക്ഷെ BJP എന്തിനാണ് ഇങ്ങനെ വെറുക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല. അത് മാത്രമാണ് എൻ്റെ രാഷ്ട്രീയം. അല്ലാതെ ഞാൻ BJPക്ക് കൊണ്ടൊരു നിലപാടെടുത്തിട്ടില്ല. ഇക്കുറിയും ഓരോ തെരഞ്ഞെടുപ്പ് സമയത്തും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ മാധ്യമങ്ങൾക്കും പണം കൊടുക്കാറുണ്ട്. അത് പരസ്യമാണ്. ഇപ്പം എന്നെ ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ 2 പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ മനോരമയും ഏഷ്യാനെറ്റും അടക്കം എല്ലാവർക്കും പരസ്യത്തിന് കാശോ നിങ്ങൾക്ക് വേണേ പറഞ്ഞു. വേണ്ട. ഇതിൽ പറയുന്നത് ഇപ്പം LDF പോകണം, UDF വരണമെന്ന് നിലപാടുള്ള ആളാണ്. പക്ഷേ പൈസ മേടിച്ചിട്ട് അത് പറയത്തില്ല, അത്രേ ഉള്ളൂ. ഏറ്റവും വലിയ 2 ജനാധിപത്യ രാജ്യമാണ് വെസ്റ്റേൺ ഹെമിസ്ഫിയറിലെ അമേരിക്കയിലും
ഈസ്റ്റേൺ ഹെമിസ്ഫിയറിൽ ഇന്ത്യയും. ഇങ്ങനെയൊരു ജനാധിപത്യ രാജ്യത്ത്, ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഭരിക്കുന്ന രാജ്യത്ത്, സംസ്ഥാനത്ത് നിങ്ങൾക്ക് സമയത്ത് വീട്ടിൽ സത്യസന്ധമായി പത്രപ്രവർത്തനം നടത്തുന്ന നിങ്ങൾക്ക് വഴിമാറിപ്പോകേണ്ട അവസ്ഥ വന്നു. 2.5 മാറിപ്പോകേണ്ട അവസ്ഥ വന്നു. ആരും കാണാതെ. നിങ്ങൾക്ക് ആ ജനാധിപത്യത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതായത് നമ്മുടെ ഏത് ജനാധിപത്യ സംവിധാനത്തിലാണെങ്കിലും, അതിപ്പോൾ അമേരിക്ക ആണെങ്കിലും ഇന്ത്യ ആണെങ്കിലും ഒക്കെ, നമ്മൾ ശക്തമായി ഒരു തരത്തിലുള്ള പ്രലോഭനത്തിന് വീഴാതെ നിലപാടെടുത്താൽ പീഡനം ഉണ്ടാവും. ഇപ്പം അമേരിക്കയിൽ നിന്നും നമ്മൾ പല വാർത്തകളും കേട്ടിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പം എനിക്ക് പിണറായിയോട് ഈ പറയുന്ന വ്യക്തിപരമായൊരു വിരോധവും ഇല്ല. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. 2016 മിന്നൽ പിണറായി എന്ന് പേരിട്ട് കൊടുത്ത ഞാനാണ്. ആദ്യം അദ്ദേഹത്തെ മിന്നൽ പിണറായി എന്ന് വിളിക്കാൻ ഞാൻ. പിണറായി വന്ന നാട് നന്നാവുമെന്ന് കരുതി, ഇച്ഛാശക്തിയുള്ള നേതാവെന്ന് കരുതി. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ താല്പര്യം പണത്തോടും ധാർഷ്ട്യത്തോടും ഒക്കെ ആയിപ്പോയി. പിന്നെ ഇതിങ്ങനെയാണ്. അധികാരം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സുഖമുള്ള സാധനമാണ്. അത് കിട്ടുമ്പോൾ നിരവധി വാഹനങ്ങൾ ചീറിപ്പായുന്നു. ഇറങ്ങിയ ഉടനെ വലിയ യൂണിഫോം വെച്ച പോലീസ് ഉദ്യോഗസ്ഥർ സല്യൂട്ട് അടിക്കുന്നു. ആരെയും തീർക്കാമെന്ന് തോന്നലുണ്ടാവുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലാത്തവർക്ക് സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് എനിക്ക് ജനാധിപത്യത്തിൻ്റെ നല്ല ഭാഗമായിട്ട് ഞാൻ കരുതുന്നത്. ഇപ്പം ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ പിണറായിയുമായി ഫൈറ്റ് ചെയ്ത് കേരളത്തിൽ തന്നെ കഴിയുന്നില്ലേ? ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും ആയിരുന്നു പണ്ടേ തട്ടിക്കളഞ്ഞേനെ. അങ്ങനെയില്ലേ? ഇതിപ്പോൾ ഞാൻ പറഞ്ഞ ഇന്ത്യയിലെ വലിയ പല സംസ്ഥാനങ്ങളിലായിരുന്നു ഷാജൻസ്കറായി ജീവിച്ചിരുന്നത്, പണ്ട് തട്ടിക്കളഞ്ഞേനെ. കേരളത്തിലായതുകൊണ്ടാണ് എടോ വിജയ എന്ന് എനിക്ക് ഉറക്കെ വിളിക്കാൻ പറ്റുന്നത്. എന്നോട് വൈരാഗ്യം ഉണ്ടെങ്കിലും അവർക്കൊരു വഴി വിട്ട്, ഞാൻ പറഞ്ഞല്ലോ PV അൻവറായിട്ടുള്ള വിഷയത്തിൽ PV അൻവർ പിണറായി വിജയനോടത്ത് അവസാനം വെച്ച ഒരു ഡിമാൻഡ്, ഞാൻ എല്ലാ പ്രശ്നവും പരിഹരിക്കാം, ഷാജൻസ്കറി അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് തരണം. പിണറായി പറഞ്ഞ് പരമാവധി ശ്രമിച്ചില്ലേ? നിയമം നമുക്കൊരു പരിധിക്കപ്പുറത്തേക്ക് ചട്ടം ചെയ്യാൻ പറ്റുമോ? അതാണ് ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത. നമുക്ക് നിലവിലുള്ള നിയമത്തെ വളച്ചൊടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ഇടാൻ പറ്റും. അല്ലാതെ ചുമ്മാ ചെന്നിട്ട് ഉടുപ്പിന് പിടിച്ച് നീ ജയിലിൽ കിടക്കണമെന്ന് ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനിപ്പോഴും കരുതുന്നത് ഇത്തരം വിഷയങ്ങളുണ്ടെങ്കിലും നമ്മുടെ കേരളമാണ് ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളെക്കാട്ടിലും ജനാധിപത്യമുള്ളതും നീതിബോധമുള്ളതും വിശ്വസിക്കുന്നത്. എൻ്റെ പേര് ജോസ്. ഞാനും ഇടുക്കി ജില്ലയിൽ നിന്ന് വരുന്നതാണ്. എവിടെ? ഇടുക്കിയിലെ കുമളി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നമ്മുടെ എല്ലാം മലയാളികളുടെ തലയ്ക്കുമിതെ നിൽക്കുന്ന ഒരു പ്രശ്നം അവിടെ ഉണ്ട്. അതായത് മുല്ലപ്പെരിയാർ. ആ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരു മാധ്യമം പോലും ശ്രദ്ധ ചെലുത്തുന്നില്ല. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കേരള സർക്കാരിന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അച്ഛൻ പറഞ്ഞു ഇടുക്കിയുടെ കുഗ്രാമത്തിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞു. അത് തെറ്റാണ്. ഇടുക്കിയുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്നത് തമിഴ്നാടാണ്. ഈ തമിഴ്നാടും കേരളവും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ പ്രശ്നം എന്തുകൊണ്ട് നമ്മുടെ മാധ്യമ ശ്രദ്ധയിലേക്ക് വരുത്തുന്നില്ല? അതിന് മറുനാടൻ മലയാളിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോടിക്കണക്കിന് രൂപയാണ് ദിവസവും അതിൽ നിന്ന് നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. ഈ കോടിക്കണക്കിന് രൂപ നഷ്ടമാവുന്നു തുടങ്ങിയ വാർത്ത പോലും ഞങ്ങൾ കൊണ്ടുവന്ന, എനിക്ക് തോന്നേ ഈ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വാർത്തകൾ കൊണ്ടുവന്ന ഞങ്ങളാണ്. ഒരുപാട് വിഷയങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ കാലാകാലങ്ങളിൽ മുല്ലപ്പെരിയാറിൻ്റെ കേരളത്തിൻ്റെ അവകാശങ്ങൾ ഇല്ലാതാക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ തമിഴ്നാട്ടിൽ നിന്ന് കാശ് മേടിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഇവർക്ക് പലർക്കും സ്ഥലമുണ്ട്, ഭൂമിയുണ്ട്. അത് വെളി വരുന്നതുകൊണ്ട് ഒരിക്കലും കേരളം ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കത്തില്ല. അവർ ഒരു കാര്യം അറിയാമോ? ഇന്നേ വരെ കേരളം സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ടില്ല മുല്ലപ്പെരിയാറിന് വേണ്ടി. കേരളം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ തമിഴ്നാടിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേസിൽ പോയി ഡിഫെൻഡ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ തോക്കുന്നത്. ഇന്നേ വരെ കേരളം ചെയ്യത്തില്ല. അത് ഈ കറക്റ്റാണ്. ന്യൂയോർക്ക് ടൈംസ് പോലും എഴുതി അത് വലിയ ദുരന്തമായി വരാം, നമുക്കൊക്കെ ഇങ്ങനെ വാർത്ത എഴുതാവുന്നേ ഉള്ളൂ. അപ്പോൾ അവർ സുപ്രീം കോടതിയൊക്കെ പറഞ്ഞല്ല എന്ന് പറയും. എന്തെങ്കിലും ഒരിക്കൽ ജനങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നൊരു കാലം ഉണ്ടായ പരിഹാരം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. എനിക്കൊരു ചോദ്യമുണ്ട്. മുൻവിധികൾ താങ്കളുടെ നിഷ്പക്ഷ നിലപാടിനെ സ്വാധീനിക്കാറുണ്ടോ? ഉണ്ട് ഇല്ല എന്നുള്ള മറുപടിയേക്കാൾ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്ന് താങ്കൾ പരിശോധിച്ചിട്ടുണ്ടോ? ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നൊരു ചൊല്ലുണ്ടല്ലോ. ഏതെങ്കിലും മുൻവിധികൾ തങ്ങളുടെ
നിഷ്പക്ഷ നിലപാടിനെ ബാധിച്ചിട്ടുണ്ടോ? അങ്ങനെ തോന്നാൻ കാരണം എന്താണെന്ന് ഉദാഹരണം പറയാം. അച്ഛൻ എന്തോ ഒരു തോന്നൽ അനുഭവം ഉള്ളത് കൊണ്ടാണ്. അതുകൂടെ പറ. അച്ഛൻ അനുഭവം പറയട്ടെ കൊടുത്തേ. ഉദാഹരണം, ഇവിടെ വിസയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രംപ് ഭരണകൂടത്തിൻ്റെ കീഴിൽ വന്ന വ്യത്യാസങ്ങളിൽ അങ്ങയുടെ ഒരു വീഡിയോ ഞാൻ ശ്രദ്ധിച്ചു. അതിൽ പരാമർശിച്ച് വന്നിട്ട് പെട്ടെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ചെന്നിട്ട് ഒരു മദാമയെ കല്യാണം കഴിയും, അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവും, എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കുഞ്ഞുങ്ങളുണ്ടാകാം. ഇത് അങ്ങയുടെ വാചകമാണ്. അതൊരു മുൻവിധിയല്ലേ? കാരണം ഇവിടെ അങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഒരു പരാജയത്തിൻ്റെ കഥ അതിൻ്റെ പിന്നിലുണ്ടാവാം, അതിജീവനത്തിൻ്റെ കഥ ഉണ്ടാവാം. അതിലേക്കൊരു പരിശോധന നടത്താതെ അങ്ങനെയൊരു പരാമർശം വന്നത് മുൻവിധിയാണോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത്, എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ പരമാധികാരം സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട്. ഈ പരമാധികാരം സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത അല്ലെങ്കിൽ മോറലി ശരിയല്ലാത്ത ചിലതൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്ക ആണെങ്കിലും ബ്രിട്ടൻ ആണെങ്കിലും കഴിഞ്ഞ കുറേ കാലമായി ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ പേരിൽ, ഈ എന്താ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ പേരിൽ ചെയ്തുകൊണ്ടതിൻ്റെ കാര്യം അനധികൃത കുടിയേറ്റക്കാരെ പാലും തേനും കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നു. അവർക്ക് ജീവിക്കാൻ അവകാശമുണ്ടൊക്കെ സത്യമാണ്. പക്ഷെ ഒരു രാജ്യം എന്ന നിലയിൽ നമ്മൾ നോക്കുമ്പോൾ അടിസ്ഥാനപരമായി അതിനെതിരെ നിലപാടെടുക്കുന്ന അവകാശം അവർക്കുണ്ട്. ഇന്ത്യക്ക് ബംഗ്ലാദേശികളെ പുറത്താക്കാനുള്ള അധികാരമുണ്ട്. അമേരിക്കയ്ക്ക് നിയമപരമല്ലാതെ ഇവിടെ എത്തിയിരിക്കുന്നവരെ പുറത്താക്കാനുള്ള അധികാരം. അവരെ എങ്ങനെ പുറത്താക്കണം എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. കൈയും കാലും കെട്ടി വിടണോ, ഇത് രണ്ടാമത്തെ കാര്യം. പക്ഷേ അവർ ചെയ്തതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഇക്കണോമിക് മൈഗ്രേഷൻ എന്ന് പറയുന്നത്, രണ്ട് മൈഗ്രേഷനുണ്ട്. ഇക്കണോമിക് മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന് ഒരു സ്കേഴ്സിറ്റി ഓഫ് ലേബർ ഉണ്ടാവുമ്പോൾ ചട്ടം അനുസരിച്ച് കൊണ്ടുവരേണ്ടതാണ്. അല്ലാതെ പണമില്ലാത്തവരെ മുഴുവൻ മറ്റൊരു രാജ്യത്ത് തീറ്റിപ്പറ്റാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന നിലപാട് നമ്മളെ രാജ്യത്തിന് പരമാധികാരത്തോട് ചേർന്ന്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ പറയുമ്പോൾ ചില സാഹചര്യങ്ങൾ പറയുന്നത് ഒരുപക്ഷെ ചെറിയ മുൻവിധികളിലുണ്ട്. അപ്പം ബ്രിട്ടനിൽ എനിക്കറിയാം, ഞാൻ ബ്രിട്ടനിലെ അനുഭവം കൊണ്ടാണ് പറഞ്ഞത്. ഏറ്റവും അധികം ഈ അനധികൃത കുടിയേറ്റക്കാർ ദോഷം ചെയ്തൊരു രാജ്യം ബ്രിട്ടനാണ്. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഒരു വാർത്ത, ഞാൻ ഇന്നത്തെ വീഡിയോ പറഞ്ഞു, നിങ്ങൾ അസൈലം അപേക്ഷ തിരസ്കരിക്കപ്പെട്ടാൽ, അതായത് ഒരു അസൈലം അപേക്ഷ പരിഗണിച്ച് പൂർത്തിയാകാൻ 10 വർഷം എടുക്കും. തിരസ്കരിക്കപ്പെട്ടാൽ നിങ്ങൾ തിരിച്ചു പോകുവാണെങ്കിൽ 40,000 പൗണ്ട് തരാമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. അതായത് 50 ലക്ഷം രൂപ കൊടുക്കാതെ. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ വിസയൊക്കെ റദ്ദ് ചെയ്തിട്ട് അവിടെ പോയി ഒരു അസൈലം കൊടുത്താലോ എന്ന്. എന്നിട്ട് റിജക്റ്റ് ചെയ്താൽ എനിക്ക് 50,000 പൗണ്ട് മേടിക്കാം, 50 ലക്ഷം രൂപ മേടിക്കാം. അപ്പം ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങളെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു മോറൽ ഇഷ്യൂ ആണ് ഇത്. ചെറിയ മുൻവിധികൾ ഉണ്ടാവാം, അല്ലാതെ മൊത്തത്തിൽ അടച്ചാവശ്യം പറഞ്ഞല്ല. എൻ്റെ ചോദ്യം, കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ്. എൻ്റെ അറിവിൽ പൊതുസമൂഹം പലപ്പോഴും അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാടാണ്. അതിൽ മറുനാടൻ മലയാളിയുടെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ നിങ്ങളുടെ അന്വേഷണാത്മക ജേർണലിസം കൊണ്ട് നിങ്ങൾ കരുതുന്നത്, മനസ്സിലാക്കുന്നത് എന്താണ്? ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഒരുപാട് പേര് ദോഷം കേട്ട ഒരാളാണ് ഞാൻ. കാരണം രാഹുലിനെ പൂർണ്ണമായും പിന്തുണച്ച ഒരാളാണ് ഞാൻ. രാഹുലിനെ പിന്തുണയ്ക്കാൻ കാരണം രാഹുൽ ചെയ്തത് ഇമ്മോറലായിട്ടുള്ള ഒരു കാര്യമാണ്, പൊളിറ്റിക്കൽ ധാർമ്മികത ഇല്ലാത്ത കാര്യമാണ്. അത് ഞാൻ പറയുന്നു. പക്ഷേ ഇല്ലീഗലായിട്ടുള്ളൊരു കാര്യമല്ല. രാഹുൽ ഒരു എലിജിബിൾ ബാച്ചിലറാണ്. എലിജിബിൾ ബാച്ചിലർ ആരെയും പോയി പീഡിപ്പിച്ചിട്ടില്ല. അയാൾ ആളുകളോട് ഫ്ലർട്ട് ചെയ്യുന്നു, പല ആളുകളും ബന്ധം ഉണ്ടാവുന്നു. അത് പൊളിറ്റിക്കലി ശരിയല്ലെങ്കിലും ലീഗലി അയാളെ കെണിവെച്ച് കുരിക്കുന്നതിനോട് ഞാൻ എതിരാണ്. എൻ്റെ സുഹൃത്താണ്. ഞാൻ അവനോട് പറഞ്ഞടാ, ഇനി കുറച്ചുകൂടെ നീ ശ്രദ്ധിക്കണം, നീ ഒരു രാഷ്ട്രീയക്കാരനല്ലെന്ന് പറഞ്ഞു. അപ്പം നിയമപരമായി ഒരു കുറ്റവും അയാൾ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നമ്മുടെ പ്രശ്നം ചെയ്യുന്ന കുറ്റത്തിനെ ശിക്ഷിക്കാവൂ. അയാളോട് ചെയ്തത് അന്യായമാണെന്നാണ് വിശ്വസിക്കുന്നത്. 18 ദിവസം ജയിലിലിട്ടിട്ട്, അതും 2 കേസിൽ അയാൾക്ക് ജാമ്യം കിട്ടി. 3-ാമത്തെ കേസിൽ കെണി വെച്ച് പിടിച്ച് 18 ദിവസം ജയിലിലിട്ടിട്ട് ജാമ്യം കൊടുത്ത് കോടതി പറയുകയാണ് ഇത് നിലനിൽക്കത്തേയില്ലെന്ന്. അപ്പം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സെക്ഷുവലി ഫസ്ട്രേറ്റഡ് ആണ് പലരും. പ്രത്യേകിച്ച് ഒരു മധ്യവയസ്സ് പിന്നിട്ട് ആളുകൾ സെക്ഷുവലി ഫസ്ട്രേറ്റഡ് ആണ്. അവർക്ക് സഹിക്കാനേ പറ്റുന്നില്ല. ഒരു ചെറുക്കൻ ഓടി നടന്നിങ്ങനെ പല പെണ്ണുങ്ങളോട് ബന്ധം ഉണ്ടാക്കുന്ന അവർക്ക് സഹിക്കാം. അസൂയ, കുശുമ്പ്. ഈ അസൂയയും കുശുമ്പും കൂടുതലായിട്ടുള്ളത് കേരളത്തിലെ പത്രക്കാർക്കിടയിലാണ്.
അവർക്ക് കിട്ടാത്തത് ഇവന് കിട്ടുന്നതിൻ്റെ അസൂയയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ ചെറുക്കൻ ചെയ്തത് പൊളിറ്റിക്കൽ അധാർമികതയാണ്. ഞാൻ എൻ്റെ സുഹൃത്താണ്, അവനോട് ഞാൻ പലതവണ പറഞ്ഞേടാ, ഇനി നീ ഈ പണിക്ക് ഇറങ്ങിയ നിന്നെ വെച്ചടിക്കുന്ന, ഞാൻ അവനോട് പറഞ്ഞു, നല്ല സൗഹൃദമുണ്ട്, അവനെ ഒരുപാട് സഹായിക്കുന്ന ആളാണ്. പക്ഷേ നിയമപരമായി ഒരു തെറ്റും അവൻ ചെയ്തിട്ടില്ല. അവൻ ആരെയും റേപ്പ് ചെയ്തിട്ടില്ല. അവൻ ഒരു പെണ്ണിനെയും അവരുടെ സമ്മതമില്ലാതെ ശരീരത്തിൽ തൊട്ട്. പക്ഷേ രാഷ്ട്രീയക്കാരൻ ചെയ്യാൻ പറ്റും. രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, സമൂഹം വിശ്വസിക്കുന്ന ഒരാളും, ഇപ്പം എന്നെ സമൂഹം വിശ്വസിക്കുന്നുണ്ട്. ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ ആളുകളുടെ വോട്ട് നേടാനോ പോകുന്നില്ല. പക്ഷേ ഞാൻ ജനങ്ങളുടെ, എൻ്റെ ക്രെഡിബിലിറ്റിയാണ് എൻ്റെ അസറ്റ്, ഞങ്ങളുടെ വിശ്വാസമാണ്. എന്നെ ഷാജൻ സ്കറിയ തെറ്റ് ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരിക്കലും മദ്യത്തിൻ്റെ സംസാരിക്കാറില്ല. വല്ലപ്പോഴും ഞാൻ മദ്യപാനിയൊന്നുമല്ല, വല്ലപ്പോഴും മദ്യപിക്കാറുണ്ട്. വല്ലപ്പോഴും മദ്യപിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ മദ്യം വിഷമാണെന്ന് ഞാൻ പ്രസംഗിക്കാറില്ല. കാരണം എന്ന് മാത്രമല്ല, ഷാപ്പിൽ പോയി കള്ളു കുടിച്ചാൽ ഞാൻ എൻ്റെ ഫോട്ടോ ഫേസ്ബുക്കിലിടും. അപ്പം പറയുന്നത് ചെയ്യണം. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരാളോടും പറഞ്ഞിട്ടില്ല നിങ്ങൾ പര സ്ത്രീകളുടെ പുറകെ പോവരുതേ, നിങ്ങൾ എല്ലാവരും ആണെന്ന് രാഹുൽ ആരോടും പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയക്കാരുടെ നിലയിൽ ചെയ്യരുതായിരുന്നു. പക്ഷെ അയാളെ വേട്ടയാടിയതാണ്. അയാൾ അതിശക്തമായി പിണറായി അറ്റാക്ക് ചെയ്തു, വലിയ നേതാവായി മാറി. പാർട്ടിക്കാരും സർക്കാർ മാത്രമല്ല സ്വന്തം പാർട്ടിക്കാരും എല്ലാവരോടും ചേർന്ന് അയാളെ വലിച്ചു കീറി ഇല്ലാതാക്കാൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ അസ്തമിക്കത്തില്ല രാഹുൽ. അയാൾ ഉയർത്തെഴുന്നേൽക്കും. നാളെ ഇയാളെ ജയിലിലടച്ച പോലീസുകാരൊക്കെ ഇയാളുടെ മുമ്പിൽ സല്യൂട്ട് അടിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഓക്കെ, എൻ്റെ ചോദ്യം, എൻ്റെ പേര് ഷിനു. ഞാൻ 2004 നാട് വിട്ടതാണേ, 2004. അപ്പം ഞാനിപ്പോഴും കഴിഞ്ഞ ഒരു 1.5 ആഴ്ചയായിട്ട് ജോലി ഭയങ്കര ബിസിയായിരുന്നു. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഷാജൻ സാറിൻ്റെ വീഡിയോ കാണുന്നതാണ്. അറ്റ്ലീസ്റ്റ് മിനിമം ഒരു 3-4 വീഡിയോയിലും കാണുന്നതാണ്. എൻ്റെ ചോദ്യം, ഷാജൻ സ്കറിയ കേരള സ്റ്റോറി വീഡിയോ കണ്ടിട്ടുണ്ടോ ഇല്ലയോ? ഞാൻ ആദ്യം പറയാം, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ രണ്ടാമത്തെ ട്രെയിലർ മാത്രമേ കണ്ടുള്ളൂ. കണ്ടിട്ടുണ്ടോ ഇല്ലയോ, അതിൻ്റെ അഭിപ്രായം എന്തുവാണ്? ഞാൻ കണ്ടില്ല, ആദ്യം പറയാം. 2, എല്ലാ തരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്ന ആളാണ് ഞാൻ. അത് കേരള സ്റ്റോറി ആണെങ്കിലും ശരി, സാത്താനിക് വേഴ്സസ് ആണെങ്കിലും ശരി, എല്ലാ തരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ ഒരു മതവും ഒരു ദൈവവും ഒരു പുസ്തകത്തിന്റെ പേരിലോ ഒരു സിനിമയുടെ പേരിലോ ഇല്ലാതാവത്തില്ല. അങ്ങനെ ഇല്ലാതാവുന്ന ദൈവമാണെങ്കിൽ അത് ഇല്ലാതാവട്ടെ. ഓക്കെ, സമ്മതിച്ചു. ആവിഷ്കാര സ്വാതന്ത്ര്യം ഞാൻ സമ്മതിച്ചു. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം പലതിലും ഷാജൻ സാറിൻ്റെ തന്നെ പലതിലും പല രീതിയിലാണ് കണ്ടിട്ടുള്ളത്. അത് എല്ലാ വീഡിയോയും കാണുന്നതിൽ എനിക്കറിയാം, പലർക്കും ഇവിടെ അറിയില്ലായിരിക്കും. അത് താങ്കൾക്കും അറിയാമായിരിക്കും. എൻ്റെ ചോദ്യത്തിൽ എൻ്റെ പോയിന്റ് വരുന്ന ഒരു കാര്യത്തിലേ ഉള്ളൂ. അതായത് ഈ കേരള സ്റ്റോറി വളരെ സൈലൻ്റായിട്ട് കഴിഞ്ഞ 15 വർഷമായിട്ട് മറുനാടൻ ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. കഴിഞ്ഞ 15, ഞാൻ ഇതിനകത്ത് രാഷ്ട്രീയം ഒന്നും പറയുന്നില്ല കേട്ടോ, ഒരു രാഷ്ട്രീയമൊന്നുമില്ല. കഴിഞ്ഞ 15 വർഷമായിട്ട് കേരള സ്റ്റോറി വളരെ സൈലൻ്റായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ് മറുനാടൻ ചാനൽ. എന്ന് പറഞ്ഞാൽ കാണാതിരിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ 2 ആഴ്ച മുമ്പാണ് മറുനാടൻ്റെ ഫുൾ ഇതെല്ലാം മാറി നല്ലൊരു ലുക്കിലോട്ട് മാറി. ഇതെല്ലാം ഞാൻ കാണുന്ന, എല്ലാം ഞാൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിലും ഒരു നല്ലൊരു മനുഷ്യൻ, ഞാൻ നല്ല മനുഷ്യൻ ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ കേരള സ്റ്റോറി 15 വർഷമായിട്ട് വളരെ സൈലൻ്റായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ് മറുനാടൻ ചാനൽ. അതെൻ്റെ വിശ്വാസമാണ്. എന്നെ അറിയാവുന്ന പലരും, കാരണം ഞാൻ അന്ന് 2006 നാട്ടിൽ നിന്ന് വരുന്നു, 2004 നാട് വിടുമ്പോൾ അന്ന് എൻ്റെ നല്ല കൂട്ടുകാരും BJP-ക്കാരും കോൺഗ്രസ് അങ്ങനെ അവർ രാഷ്ട്രീയവും മതങ്ങളൊന്നുമില്ലായിരുന്നു. പക്ഷെ അത് 2006, 8 നാട്ടിൽ ചെല്ലുമ്പോൾ വ്യത്യാസമായി, 10 നാട്ടിൽ ചെല്ലുമ്പോൾ പിന്നെ വ്യത്യാസമായി. അതിനകത്ത് താങ്കളുടെ ചാനൽ വലിയൊരു ഇതിനകത്ത് പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് എനിക്കത് ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ് ആയിരിക്കും. അത് ആ ബിസിനസ് കൊണ്ട് പക്ഷേ ഈ സമൂഹത്തിനുണ്ടായ ദോഷങ്ങൾക്ക് ഇന്നല്ലേ നാളെ സംസ്കരിക്കുക പല ഉത്തരം കാണുമായിരിക്കും, പറയും സത്യമാണ്, പ്രകൃതിയുണ്ട്, മണ്ണുണ്ടെന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ അത് മനുഷ്യർ തലച്ചോറിനകത്തുണ്ടാക്കിയെടുത്ത ആ ഒരു വിദ്വേഷങ്ങൾ മാറ്റിയെടുക്കാൻ എന്നേലും പറ്റുമോ? അതിന് പരിഹാരം കൊടുക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. സ്പെസിഫിക് ആയിട്ട് ചോദിക്കണം. എന്താണ് നിങ്ങൾക്ക് അങ്ങനെ ഞാൻ കാണിച്ച ദ്രോഹം? സ്പെസിഫിക് ആയിട്ട് ചോദിക്കണം. സൈലൻ്റായി എന്ന് ജനറലി പറഞ്ഞിട്ട് കാര്യമില്ല. നിയമവിരുദ്ധമായ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ തരത്തിൽ ഞാനോ മറുനാടനോ ചെയ്ത കുഴപ്പമെന്ന സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. സ്പെസിഫിക് ആയിട്ട് ഞാൻ ചോദിച്ചിത്രേ ഉള്ളൂ. ഇതിനകത്തൊരു കാര്യമുള്ളൂ. ഇതിന്റെ കാലം മാറിയത് അറിയാത്തതിന്റെ പ്രശ്നമാണ്. ഈ ഒരു വലിയ മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതിന്റെ കാര്യം സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസാണ്. അതായത് സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പ് മനുഷ്യൻ ഒരാളോട് വിദ്വേഷം പറയണമെന്നുണ്ടെങ്കിൽ കക്കൂസി കൊണ്ട് എഴുതി വെക്കാനേ പറ്റത്തുള്ളായിരുന്നു, പേരില്ലാതെ. ആ കാലം മാറി.
ഞാൻ ഒരു ഉദാഹരണം പറയൂ. ഞാൻ പറഞ്ഞ അല്ല, ഒരു ഉദാഹരണം പറയൂ. ഒരെണ്ണം പറയൂ, ഒറ്റ ഒരെണ്ണം. ഞാൻ നിയമവിരുദ്ധമായ ഒരെണ്ണം പറയൂ. ഒരെണ്ണം പറയൂ. ഒരെണ്ണം പറയൂ. ഒരെണ്ണം പറയൂ. ഒരു ഉദാഹരണം പറയൂ. 100 വേണ്ട, ഒരെണ്ണം പറയൂ. ഒരു ഉദാഹരണം പറയൂ. ഒരു ഉദാഹരണം പറയൂ. ബാക്കി വിശദാംശങ്ങൾ കേട്ടു. ഒരു ഉദാഹരണം പറയൂ. നിങ്ങൾ പറയുന്നു ഞാൻ 15 കൊല്ലം മതവിദ്വേഷം പരത്തുന്നു. നിങ്ങൾ പറയുന്നു 100 കണക്കിനുണ്ടെന്ന് പറയുന്നു. ഞാൻ മതവിദ്വേഷം പറഞ്ഞ, നിയമവിരുദ്ധമായി പറഞ്ഞ, നുണ പറഞ്ഞ ഒരു ഉദാഹരണം പറയൂ. അല്ല, ഒരു ഉദാഹരണം പറയൂ. ഒരു ഉദാഹരണം പറയൂ. ഷാജൻ ഒരു സെക്കൻഡ് ഓരോന്ന് ഓർക്കണ്ട, ഒരെണ്ണം പറയൂ. ഈ വീഡിയോയ്ക്കകത്ത് ഈ മുസ്ലിം വിദ്വേഷം പറയുന്ന വീഡിയോസ്, ഈ മുസ്ലിം വിദ്വേഷം നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത അതാണ് ഈ ജനങ്ങൾക്ക് ഇത്രയും. എന്റെ സ്നേഹിതന് 10 മിനിറ്റായി. എന്റെ സ്നേഹിതൻ 10 മിനിറ്റായി ജനറൽ ആയിട്ട് പറയുന്നു. ഞാൻ സ്നേഹിതനോട് ചോദിച്ചു, ഞാൻ പറഞ്ഞ ഒരു വിദ്വേഷം, ഞാൻ നിങ്ങൾക്ക് 100 കണക്കിന് ഞാൻ വിദ്വേഷം പരത്തുന്നു, 15 കൊല്ലം കൊണ്ട് കേരളം നശിപ്പിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരെണ്ണം ഓർക്കാൻ പറ്റുന്നില്ലേ? അല്ല, ഒരെണ്ണം ഓർക്കാൻ പറ്റുന്നില്ല. ഒരെണ്ണം പറയൂ. നിങ്ങൾ ജനറൽ സംഭാഷണം ആവശ്യത്തിന് കേട്ടു. ഒരു ഉദാഹരണം പറയൂ. 100 വേണ്ട, ഒരെണ്ണം. 100 വേണ്ട, ഒരെണ്ണം. പ്ലീസ് ഒരു ബേസ് ഒരു മിനിറ്റ് തരാനില്ല, ദയവ് ക്ഷമിക്കണം. അല്ല, നിങ്ങൾക്ക് ഞാൻ ഒറ്റ സിപ്പ് നിർത്താം. അല്ല, എന്തിന് 2 മിനിറ്റ്? നിങ്ങൾ ഇവിടെ ഇരുന്ന് എന്നെ ചോദ്യം ചെയ്യുകയും 100 കണക്കിന് വീഡിയോകളിലൂടെ സമൂഹത്തിൽ വിദ്വേഷം പരത്തുകയും ചെയ്യുന്ന നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ ഒരു ഉദാഹരണമില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ അല്ല, നിങ്ങൾ ഇപ്പോഴും തപ്പുവാണ്. ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു അനുഭവം ഇതാണ്. ജനറലി ഇങ്ങനെ ഒരുപാട് ഒരു കഥ പറയും, ഒരെണ്ണം ചോദിക്കാൻ പറയുമ്പോ ഇല്ല. ഷാജൻ, പുള്ളിക്ക് ഒരു തെളിവ് തരാനില്ലാത്തത് കൊണ്ട് ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ചാൻസ് കഴിഞ്ഞു. ഒരുപാട് തവണ ചോദിച്ചു ഒരെണ്ണം, ഒരുപാട് ചോദിച്ചു. ഒരെണ്ണം പോലും നിങ്ങൾക്ക് പറയാനില്ല. തപ്പാൻ പോവുക, ആരോടും ചോദിക്കാൻ പോവുക, ഒരെണ്ണം തരാവോ എന്ന്. അല്ലാതെ അങ്ങനെ ചോദിച്ചിട്ട് വരട്ടെ. എന്നാലും നിങ്ങൾക്ക് ഒരെണ്ണം ഓർക്കണ്ടേ? ഇത്രയും വികാരം കൊള്ളുമ്പോൾ ഒരെണ്ണം ഓർക്കണ്ടേ? പറയൂ, പറ. ശരി, ഇറാന്റെ പറയൂ. സ്നേഹിത, നുണ പറയരുത്. ഞാൻ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല മുസ്ലിം എന്നൊരു വാക്ക്. UK-യിൽ അഭയാർത്ഥികളായി അനധികൃതമായി കടൽ കയറി വരുന്നവർ മുസ്ലിമാന്ന് നിങ്ങളുടെ മുൻവിധിയാ. നിങ്ങളുടെ മുൻവിധിയാ. ഇപ്പോഴും ഞാൻ പറയുന്നു, UK എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഗതികേട്, ആ വഴിയെ പോകുന്നവരെ എവിടെന്നെങ്കിലുമൊക്കെ കപ്പൽ കയറി എത്തും, ഇവരെ പിടിച്ച് 5 സ്റ്റാർ ഹോട്ടലിൽ താമസിപ്പിക്കും, ഇവർക്ക് ജോലി കൊടുക്കും. ഇപ്പൊ മുസ്ലിം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ നിങ്ങൾ വർഗീയത എന്ന് പറഞ്ഞ എന്താണ്? UK-യിൽ അനധികൃത കുടിയേറ്റക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നു. ആ രാജ്യം നശിച്ചു പോകും ഇങ്ങനെ തുടർന്നാൽ. എവിടെ ഞാൻ പറയും, UK എന്ന രാജ്യം അടിയന്തരമായി ഈ അനധികൃത കുടിയേറ്റക്കാരെ നിർത്തിയില്ലെങ്കിൽ ആ രാജ്യം ഇല്ലാതാവും. ട്രംപിനോടുള്ള ഏറ്റവും വലിയ ബഹുമാനം എന്നറിയോ? അയാൾ അധികാരത്തിൽ കയറിയോണ്ട് ഒറ്റ മനുഷ്യനും കൊണ്ട് വരുന്നതിൽ ആവശ്യമില്ലാതെ. സ്നേഹിത, ഇനി അടുത്തതിലേക്ക് പോ. സ്നേഹിത, നിങ്ങൾക്ക് ഇതുവരെ സ്പെസിഫിക് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. പറയൂ. നമ്മൾ ഈ ചൂട് തണുക്കാൻ വേണ്ടി എന്തെങ്കിലും തമാശ പറയാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പം പുള്ളി കൊണ്ടുവന്ന വിഷയമായതുകൊണ്ട് ഒരു ടെക്നിക്കൽ ക്ലാരിഫിക്കേഷൻ എന്നുള്ളത് കണ്ടാൽ മതി. ഈ പൊളിറ്റിക്കൽ ഇസ്ലാം, അല്ലാത്തൊരു ഇസ്ലാം എന്ന് ഉള്ള അത് ഉദ്ദേശിച്ചത് വിശ്വാസികളായ മുസ്ലിംസിനെ ആയിരിക്കുമല്ലോ, അല്ലേ? അല്ലാതെ 2 ഇസ്ലാം ഉണ്ടെന്നുള്ള കൺസെപ്റ്റിലല്ലോ. ഇസ്ലാം എന്ന് പറയുന്നത് റിലീജിയൻ എന്ന നിലയിൽ പൂർണ്ണമായും യോജിക്കുന്ന ആളാണ് ഞാൻ. ഈ റിലീജിയൻ എന്ന ഇസ്ലാമിനെ എതിർക്കുന്നവരുണ്ട്. ഇപ്പം ആരിഫ് ഹുസൈനെ പോലുള്ളവരെ, ഈ കാസക്കാരൊക്കെ മുസ്ലിം എന്ന മതത്തെ എതിർക്കുന്നവരാ, ഖുറാനെ എതിർക്കുന്നവരാ. എല്ലാ തിന്മകളുടെയും ആധാരം ഖുറാനാണെന്ന് വിശ്വസിക്കും. ഞാൻ ആ കൂട്ടത്തിലല്ല. മുസ്ലിം എന്ന് ഇസ്ലാം എന്ന് പറയുന്നൊരു മതമാണ്. ക്രിസ്ത്യൻ മതം പോലെ, ഹിന്ദു മതം പോലെ ഏത് മനുഷ്യനും മതത്തിൽ വിശ്വസിക്കാം.
ആ മതത്തിൻ്റെ പ്രാക്ടീസ് ചെയ്യാം. അവിടെ ഒരു മുസ്ലിം സ്ത്രീകൾക്ക് മോസ്കിൽ പ്രവേശനം ഇല്ലെങ്കിൽ വേണ്ട, ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനം ഇല്ലെങ്കിൽ വേണ്ട. മതത്തിൽ ശാസ്ത്രം വേണ്ട, ഒരു മതത്തിൻ്റെ ആചാരങ്ങൾ പാലിക്കണം. പക്ഷേ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. സിവിൽ നിയമങ്ങൾ മാറ്റിവെച്ച് പകരം ശരീഅത്ത് നിയമങ്ങൾ ഒരു സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കുന്നതാണ് പൊളിറ്റിക്കൽ ഇസ്ലാം. അതിനെ മാത്രമാണ് എതിർക്കുന്നത്. ശ്രീ ഷാജൻ സ്കറിയ, താങ്കൾ നടത്തുന്ന പത്രപ്രവർത്തനം എപ്പോഴെങ്കിലും താങ്കൾ സത്യസന്ധമായി നടത്തുന്ന പത്രപ്രവർത്തനമാണെന്ന് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നു. പക്ഷേ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു വാർത്ത താങ്കൾ തെറ്റായി കൊടുത്തതായിട്ട് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? കാരണം മനുഷ്യനാണ്, ബലഹീനതകളുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ താങ്കൾ ഖേദിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ താങ്കളെ ഏറ്റവും വിഷമിപ്പിച്ച ഒരു അനുഭവം പറയാമോ? അല്ല, ഞാൻ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഓർക്കുന്നില്ല. പലപ്പോഴും ഒരു വാർത്ത വന്നു കഴിയുമ്പോൾ അതിൽ ഫാക്ച്വൽ എറർ ഉണ്ടെങ്കിൽ ഞാൻ പരമാവധി ശ്രദ്ധിക്കും. ഫാക്ച്വൽ എറർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് ലീഗലി ശരിയായിരിക്കും, പക്ഷേ അതിന് മറ്റൊരു വശം കാണും. ആ വശം ബോധ്യമാകുമ്പോൾ തിരുത്തുകയും അത് ബുദ്ധിമുട്ടുണ്ടായവരുടെ ഖേദം പ്രകടിപ്പിക്കുകയും. പല സംഭവങ്ങളും നമ്മൾ നിയമപരമായി ശരിയായിരിക്കും, പക്ഷെ ആ സംഭവിച്ചു കഴിഞ്ഞാൽ അത് തുറന്നു പറഞ്ഞ് ഖേദം പ്രകടിപ്പിക്കാറുണ്ട് ഞാൻ. അങ്ങനെ സ്പെസിഫിക്കലി എൻ്റെ ഓർമ്മയില്ല. പല സംഭവങ്ങളും പലതും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു പൂർണ്ണമായും തെറ്റായി ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ നിയമപരമായി ശരിയായിരിക്കും. ധാർമ്മിക, ഉദാഹരണത്തിന് ലീഗലി ശരിയായിരിക്കും, പക്ഷേ മോറലി ശരിയല്ലാത്ത ചില സംഭവങ്ങൾ ശ്രദ്ധയപ്പെട്ട തിരുത്താറുണ്ട്. എൻ്റെ പേര് സൈമൺ എന്നാണ്. 50 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നാട് വിട്ട ആളാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും പല സ്ഥലങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട്, അമേരിക്കയിൽ വന്നിട്ടുണ്ട്. നമുക്ക് എന്തുകൊണ്ട് വാളയാർ വിട്ടു, അല്ലെങ്കിൽ കേരളം വിട്ടു, അല്ലെങ്കിൽ മറു രാജ്യങ്ങളിലേക്ക് പോയി അവിടെയെല്ലാം മലയാളി അങ്ങ് ഉന്നതങ്ങളിലേക്ക് എത്തുന്നു? ബിസിനസ്, ഭയങ്കരമായി ബിസിനസ്സിലേക്ക് എല്ലാവരും പോകുന്നു. എന്തുകൊണ്ട് ഈ കേരളത്തിൽ അത് നടക്കുന്നില്ല? എന്താണ് അതിൻ്റെ ബേസിക് കാരണം എന്ന് ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ പറഞ്ഞാൽ കൊള്ളാം. കേരളത്തിൽ ഞാൻ ഇതിന് ഉത്തരം പറയാം, വളരെ കൃത്യമായി പറയാം. കേരളത്തിന് കമ്മ്യൂണിസം ഗുണവും ദോഷവും ചെയ്തിട്ടുണ്ട്. ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ 1957 EMSൻ്റെ സർക്കാർ വന്നതുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസം സാർവത്രികമായത്, സാധാരണ മനുഷ്യരുടെ ജീവിതം അപ്ലിഫ്റ്റ് ചെയ്തൊക്കെ ആ ഇടതുപക്ഷം വന്നതുകൊണ്ട്. കമ്മ്യൂണിസത്തിന് ഗുണം, നമ്മൾ വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായൊക്കെ നമ്മൾ മുമ്പിലേക്ക് വന്നു, സാമൂഹികമായി കുറച്ചുകൂടെ സുരക്ഷ ഉണ്ടായി. ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത്, ഈ കമ്മ്യൂണിസത്തിൻ്റെ ഏറ്റവും വലിയ ദോഷം മുതലാളിമാരുള്ള ശത്രുതയാണ്. അധ്വാനിച്ച് കാശുണ്ടാക്കുന്നവർ ഇവർക്ക് കണ്ടുകൂടാ, അവരെ ബൂർഷോ എന്ന് വിളിക്കും. അവൻ്റെ മുമ്പിൽ കൊടി വെട്ടി. ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിലിരിക്കുന്നൊരു വേദന, ആലപ്പുഴയിൽ ഒരുത്തൻ കണ്ടക്ടറായിട്ട് ജോലിക്ക് കയറി പിന്നീട് ബസ് മേടിച്ചു. ആ ബസ് 2 കണ്ടക്ടർമാരെ വെച്ചു, ഒരു കണ്ടക്ടർ ഡ്രൈവ് ചെയ്തു. അവന്മാർ അതിൻ്റെ മുമ്പിൽ കൊടി നാട്ടിയിട്ട് ഇങ്കിലാ വിളിക്കുക. നമ്മുടെ നാട്ടിലെ ഒരു കൾച്ചർ അങ്ങനെ ആയിപ്പോയി. അതായത് ഒരുത്തനും പൈസ ഉണ്ടാക്കുന്ന ആർക്ക് ഇഷ്ടമില്ല, അപ്പം തന്നെ കൊടി വെക്കും. അതുകൊണ്ട് അധ്വാനിച്ച് കാശുണ്ടെങ്കിൽ ഒരുത്തനും കൊണ്ടുവന്ന് കേരളത്തിൽ മുടക്കത്തില്ല. മുടക്കുന്നത് മുഴുവൻ ശ്രദ്ധിക്കണം. കേരളത്തിൽ വ്യവസായമില്ല, കേരളത്തിലുള്ളത് ബിസിനസ്സാണ്. വ്യവസായവും കച്ചവടവും തമ്മിൽ രണ്ടാണ്. വ്യവസായം എന്ന് പറയുന്നത് നമ്മൾ കാശ് മുടക്കി മാനുഫാക്ചറിങ് നടത്തി ലാഭം ഉണ്ടാക്കുന്നതാണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആളുകളിൽ നിന്ന് സാധനം മേടിക്കുന്ന ഷോപ്പിംഗ് മാളുകൾ, ആശുപത്രികൾ, അല്ലെങ്കിൽ സ്വർണ്ണക്കടകൾ, ഇത് മാത്രം നമ്മുടെ കാട്ടിലുള്ളൂ. എന്നുവെച്ചാൽ ഗൾഫിൽ നിന്നും വിദേശത്തു നിന്നൊക്കെ പണം വരും, ഈ പണം ചെലവഴിക്കാനുള്ള സംവിധാനമുണ്ട്. ഇപ്പോൾ ലോകത്തെ ഏറ്റവും അധികം ആശുപത്രി ഉള്ളത് കേരളത്തിലാണ്. ഈ ആശുപത്രി നിങ്ങൾക്കറിയാം, 2500 കോടി രൂപയാണ് ബ്ലാക്ക് സ്റ്റോൺ എന്ന അമേരിക്കൻ കമ്പനി 2500 കോടി മുടക്കിയാണ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രി 2500 കോടി. 3800 കോടി രൂപ മുടക്കിയാണ് കിംസ് ആശുപത്രി KKR എന്ന് പറഞ്ഞ അമേരിക്കൻ കമ്പനി വാങ്ങിയത്. ലോകത്ത് ഇത്രയേറെ ആശുപത്രി സംവിധാനങ്ങളുള്ള ഒരു രാജ്യമില്ല. അതെന്താ, മുഴുവൻ രോഗികളായതുകൊണ്ടാണ്? അല്ല, ഇവിടെ എല്ലാവർക്കും അറിയാം ഇവിടുത്തെ ജീവിത രീതിയൊക്കെ മാറി ഇവിടേക്ക് ലാഭം ഉണ്ടാക്കാൻ. അപ്പം അത്തരം ഒരു സംവിധാനമാണ് അവിടെ ഉള്ളത്. ഒരു ബിസിനസ് സംരംഭിക്കാൻ പറ്റുന്ന ഒരു നാടല്ല നമ്മുടെ.